ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 21. പ്രോത്സാഹനത്തിനുള്ള വരം. അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയർക്കെഴുതിയ 1 ലേഖനം 5 അധ്യായം 11 വാക്യം. നിങ്ങളുടെ തേനീച്ചകൾ പറന്നു പോകുന്നു. എൻ്റെ ഭാര്യ വാതിലിനുള്ളിലേക്ക് തല കടത്തി എനിക്ക് തേനീച്ച വളർത്തുന്ന ഒരാളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്ത തന്നു. ഞാൻ പുറത്തേക്കോടി. ആയിരക്കണക്കിന് തേനീച്ചകൾ കൂട്ടിൽ നിന്ന് പറന്ന് ഉയരമുള്ള ഒരു പൈൻ മരത്തിൻ്റെ മുകളിൽ പറ്റിയിരിക്കുന്നത് കണ്ടു. അവ ഇനി ഒരിക്കലും മടങ്ങി വരില്ല. തേനീച്ചകൾ കൂട് വിടുന്നതിൻ്റെ സൂചനകൾ മനസ്സിലാക്കുന്നതിൽ ഞാൻ അല്പം പിന്നിലായിരുന്നു. ഒരാഴ്ചയിലധികമായി വീശിയടിച്ച കൊടുങ്കാറ്റ് എൻ്റെ പരിശോധനകളെ തടസ്സപ്പെടുത്തി. രാവിലെ കൊടുങ്കാറ്റ് അവസാനിച്ചതും തേനീച്ചകൾ പോയി. കോളനി പുതിയതും ആരോഗ്യകരവുമായിരുന്നു. പുതിയതൊന്ന് ആരംഭിക്കുന്നതിനായി തേനീച്ചകൾ യഥാർത്ഥത്തിൽ കോളനിയെ വിഭജിക്കുകയായിരുന്നു. നിങ്ങൾ വിഷമിക്കരുത്. എൻ്റെ നിരാശ കണ്ട പരിചയസമ്പന്നനായ ഒരു തേനീച്ച വളർത്തുകാരൻ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു, ഇത് ആർക്കും സംഭവിക്കാം. പ്രോത്സാഹനം ഒരു നല്ല വരമാണ്. ശൗൽ തൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി പിന്തുടരുന്നതിൽ ദാവീദ് നിരാശനായപ്പോൾ ശൗലിൻ്റെ മകനായ യോനാഥാൻ ദാവീദിനെ പ്രോത്സാഹിപ്പിച്ചു. ഭയപ്പെടേണ്ട, യോനാഥാൻ പറഞ്ഞു, എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിനു രാജാവാകും. അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. അത് എൻ്റെ അപ്പനായ ശൗലും അറിയുന്നു. സിംഹാസന അവകാശിയായ ഒരാളുടെ നിസ്വാർത്ഥ വാക്കുകളാണത്. ദൈവം ദാവീദിനോടൊപ്പമുണ്ടെന്ന് യോനാഥാൻ തിരിച്ചറിഞ്ഞിരിക്കാം. അതിനാൽ യോനാഥാൻ വിശ്വാസത്തിൻ്റെ താഴ്മയുള്ള ഹൃദയത്തിൽ നിന്നാണ് സംസാരിച്ചത്. നമുക്ക് ചുറ്റും പ്രോത്സാഹനം ആവശ്യമുള്ളവർ ധാരാളമുണ്ട്. നാം ദൈവം മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തുകയും നമ്മിലൂടെ അവരെ സ്നേഹിക്കാൻ അവനോട് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവരെ സഹായിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. ചിന്തിക്കുക, ആർക്കാണ് പ്രോത്സാഹനം ആവശ്യമുള്ളതെന്ന് നിങ്ങൾക്കറിയാവുന്നത്. ഇന്ന് നിങ്ങൾക്കവരെ എങ്ങനെ താഴ്മയോടെ സേവിക്കാൻ കഴിയും. ദൈവത്തിന് മഹത്വം.